രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും കുറച്ചുകൂടി വലിയ വെല്ലുവിളിയാണ്. കാരണം എളുപ്പത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാവുന്നവരെ നമുക്ക് ഒരു വർഷം കൊണ്ട് മോചിപ്പിക്കാൻ പറ്റി. പിന്നീട് വരുന്നത് എന്താണ്? വരുമാനം, തൊഴിൽ, ഉപജീവന മാർഗം, വീട്, സ്ഥലം, ഇതെല്ലാമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ കുതിപ്പ് രണ്ടാമത്തെ വർഷം ഉണ്ടായി. രണ്ടാമത്തെ വർഷമായപ്പോൾ നമുക്ക് 70% എത്താൻ പറ്റി. പിന്നെ നോക്കുമ്പോൾ അവശേഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ്. ഒന്ന് വീടില്ലാത്തത്, പിന്നെ വീടും സ്ഥലവും ഇല്ലാത്തത്. 15,000-ഓളം പേരുണ്ട് ഈ 2 കാറ്റഗറിയിലും കൂടി. ഇല്ല, 15,000 പേര്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി ലൈഫ് മിഷനിൽ ഒറ്റ ഉത്തരവ് കൊണ്ട് ഈ 15,000 പേരെയും നമ്മൾ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു. അവർക്ക് മുൻഗണന കൊടുത്തു. ഈ ഗവൺമെന്റ് തീരുമാനിച്ചു, ലൈഫ് മിഷനിൽ വീട് അനുവദിക്കുന്നതിൽ ഒന്നാമത് അനുവദിക്കേണ്ടത് ഈ അതിദരിദ്ര കുടുംബങ്ങൾക്കായിരിക്കണം. പിന്നെ SC, ST, ഫിഷറീസ്, അങ്ങനെ ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ചു. അതിലൂടെ വീട് കൊടുക്കാനുള്ള നടപടികൾ വേഗത്തിലായി. പക്ഷെ അപ്പോഴും അടുത്ത വെല്ലുവിളി വന്നു. സ്ഥലമില്ലാത്തവരുണ്ട്. അപ്പൊ അവർക്ക് സ്ഥലവും വേണം, പിന്നെ വീടും വേണം. സ്ഥലമുണ്ടെങ്കിലേ വീട് കൊടുക്കാൻ പറ്റും. അവർക്ക് സ്ഥലം കൊടുക്കുന്നതിന് മനസ്സോടിത്തിരി മണ്ണ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ, അത് പൊതുവിൽ ലൈഫ് മിഷൻ ആവിഷ്കരിച്ചതാണ്. അതിന് മുൻഗണന ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ക്യാമ്പയിൻ ആരംഭിച്ചു. കുറെ പേര് സ്വമേധയാ മുന്നോട്ട് വന്നു, സംഭാവന ചെയ്തു. ഭൂമി സംഭാവന ചെയ്തവരുണ്ട്. 35 ഏക്കർ ആകെ ലൈഫ് മിഷന് സംഭാവനയായിട്ട് ഭൂമി കിട്ടി. മറക്കാത്തൊരനുഭവം. നമ്മൾ വിചാരിക്കും ഭൂമിയൊക്കെ സംഭാവന ചെയ്യാന്ന് പറഞ്ഞാൽ ധാരാളം ഭൂമിയുള്ള ആൾക്കാരാണ് കുറച്ച് സംഭാവന ചെയ്യാന്നാണ്. കൊല്ലത്തെ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളി കൊല്ലത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയുണ്ട്, ഭൂമിയുടെ സംഭാവന ആധാരം ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ആകെ 9 സെന്റ് ഭൂമി, അതിലൊരു വീടുമാണുള്ളത്. അതിൽ തൻ്റെ വീടിരിക്കുന്ന ഇതിന് ചുറ്റുമുള്ള 3 സെന്റ് കഴിച്ച് ബാക്കി 6 സെന്റ് 2 കുടുംബങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു. വെറും 9 സെന്റിൽ നിന്ന്. വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. അങ്ങനെയൊക്കെയുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സർക്കാരിനൊരു വാഗ്ദാനം വെച്ചു. 1000 പേർക്ക് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം വീതം 25 കോടി നൽകാം. ഗുണഭോക്താക്കളെ സർക്കാർ കണ്ടെത്തി കൊടുക്കണം. സമയബന്ധിതമായും വേഗത്തിലും ഏറ്റവും അർഹരായ ഗുണഭോക്താക്കളെ നമ്മൾ കണ്ടെത്തി കൊടുത്തു. നിശ്ചിത സമയത്ത് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു. അപ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം സർക്കാർ കാര്യക്ഷമമായി തന്നെ ചെയ്തു. ഏറ്റവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 1000 പേർക്ക് കൂടി ഞങ്ങൾ തരാം. അടുത്ത ഘട്ടം 25 + 25 50 കോടിയായി. രണ്ടാമത് 1000 പേരിൽ നിന്ന് 678 പേരെ നമ്മൾ അതിദരിദ്ര പട്ടികയിലെ ഭൂമിയില്ലാത്തവരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ അവർക്ക് മുൻഗണന കൊടുത്തു. അപ്പൊ അങ്ങനെ അത്രയും പേർക്ക്, അത്രയും കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ സൗകര്യമായി. അതിനെല്ലാം പുറമെ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. മന്ത്രിസഭാ തീരുമാനമെടുത്തു. അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ടവർക്ക് വീട് വെക്കാൻ, ഭൂമി കണ്ടെത്താൻ കളക്ടർമാർക്ക് അധികാരം കൊടുത്തു. റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുടെ ഭൂമി, 5 സെന്റ് വരെയുള്ള ഭൂമി, കാരണം ചിലത് 3 മതിയാവില്ല, വഴി മറ്റു പ്രശ്നമൊക്കെ വരുമ്പോൾ, 5 സെന്റ് വരെയുള്ള ഭൂമി കളക്ടർമാർക്ക് ഏറ്റെടുത്ത് പതിച്ചു കൊടുക്കാം എന്ന ഉത്തരവ് നമ്മൾ കൊടുക്കുകയുണ്ടായി. കോട്ടയത്തൊക്കെ അങ്ങനെ ഭൂമി കണ്ടെത്തി കൊടുത്ത് കാണും. എങ്കിലേ നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരുന്നു. ഏതാണ്ട് 1000-ലധികം കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി അങ്ങനെ കണ്ടെത്തി. അങ്ങനെ കൂട്ടായ ഇടപെടലിലൂടെയാണ്, യഥാസമയം സർക്കാർ എടുത്ത ശരിയായ തീരുമാനങ്ങളിലൂടെ, അപ്പപ്പെടുക്കേണ്ട തീരുമാനം അപ്പപ്പെടുത്ത് മുന്നോട്ട് പോയതിലൂടെയാണ് നമുക്ക് കോട്ടയത്ത് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു. കേരളത്തിലാകെ 93% ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു. ഇനി 7% ബാക്കിയുള്ളൂ. കോട്ടയത്തിന്റെ തൊട്ട് പിന്നാലെ കണ്ണൂർ ജില്ല പ്രഖ്യാപിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. കടുത്ത മത്സരമായിരുന്നു കണ്ണൂരും കോട്ടയവും കൂടി. ഇപ്പോൾ കണ്ണൂരിലും പ്രഖ്യാപിക്കാൻ റെഡിയായിട്ടിരിക്കുക, സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്തമായിട്ട്. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം 2025 നവംബർ 1 കേരളത്തെ
അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാനാവും, ആത്മവിശ്വാസത്തോടെ പറയാനാവും. അതിൽ കോട്ടയം വഴി കാണിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ പറഞ്ഞില്ലേ, ഇതിനിടയിൽ 3 കളക്ടർമാർ വന്നു, 3 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്നു, തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഇതിലുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ആവശ്യമായ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ച MLA-മാരോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനെയും അതീവ താല്പര്യമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തത്. എത്രയോ തവണ ഇതിലെ പുരോഗതി, അതിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യമുക്ത പദ്ധതിയെ സംബന്ധിച്ച്, ഒപ്പം മാലിന്യമുക്തത്തെക്കുറിച്ചും എന്നോട് സംസാരിച്ചിട്ടുള്ള മന്ത്രിയാണ് ശ്രീ VN വാസവൻ എന്ന് പറയാൻ എനിക്ക് സന്തോഷം. കോട്ടയം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാത് സമയത്ത് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ, അതുപോലെ തന്നെ അവലോകനങ്ങൾ, ഇതെല്ലാം ഈ ലക്ഷ്യം ആദ്യം കൈവരിക്കുന്നതിന് സഹായകരമായി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്. നവംബർ 1-ന് കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിൻ്റെ ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും അറിയപ്പെടും.